നമസ്കാരം. കൊച്ചി നടിക്കേസിൽ നിർണായക വഴിത്തിരിവ്. ഫോറൻസിക് പരിശോധനയിൽ വിലപ്പെട്ട തെളിവുകൾ. സിനിമാ ലോകത്തെ പ്രമുഖർ കുടുങ്ങാൻ സാധ്യത. ദിലീപിനും നാദിർഷയ്ക്കും പിന്നാലെ കാവ്യ മാധവനും അന്വേഷണ പരിധിയിൽ. കലാഭവൻ മണിയെ കൂട്ടുപിടിച്ച നാദിർഷയ്ക്കെതിരെ ആരാധകർ. അജു വർഗീസിനെതിരെ പോലീസ് കേസ്. മഞ്ജു വാര്യരുടെയോ റിമാ കല്ലിങ്കലിന്റെയോ പേര് പറയാൻ ചിലർ സമ്മർദ്ദം ചെലുത്തിയെന്ന് ഫെനി ബാലകൃഷ്ണൻ. സിനിമാ ലോകത്തിന്റെ അകത്തളങ്ങൾ പുകയുകയാണ്. പുറത്തെത്തുന്നത് സിനിമയെ വെല്ലുന്ന കഥകൾ. കാണാം. ക്രൈംബ്രാഞ്ച് ആരംഭിക്കുന്നു. ആക്രമിക്കപ്പെട്ട ദിവസം നടി ധരിച്ചിരുന്ന വസ്ത്രങ്ങളിൽ നിന്ന് ലഭിച്ച ശരീരസ്രവവും പൾസർ സുനിയുടെ രക്തപരിശോധനയുടെ സാമ്പിളും ഒന്നാണെന്ന് കണ്ടെത്തി. ഫോറൻസിക് പരിശോധനയിലാണ് ഈ നിർണായക വിവരം പോലീസിന് ലഭ്യമായത്. ഇതോടെ കേസിൽ പൾസർ ശിക്ഷിക്കപ്പെടുമെന്ന് ഉറപ്പായതായി നിയമവിദഗ്ധർ പറയുന്നു. റിപ്പോർട്ട് കാണാം. നടി ആക്രമിക്കപ്പെട്ട ദിവസം ധരിച്ചിരുന്ന വസ്ത്രങ്ങളിൽ നിന്ന് ലഭിച്ച ശരീരസ്രവവും പൾസർ സുനിയുടെ രക്തപരിശോധനയുടെ സാമ്പിളും ഒന്നാണെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഫോറൻസിക് പരിശോധനയിലാണ് ഈ നിർണായകമായ വിവരം ലഭിച്ചത്. കേസന്വേഷണത്തിൽ ഇത് ഏറെ നിർണായകമായ തെളിവാണെന്ന് പോലീസ് വിലയിരുത്തുന്നു. സംഭവ ദിവസം നടി ധരിച്ചിരുന്നത് ഒരു ഫാൻസി ടൈപ്പ് വസ്ത്രമാണ്. ഈ വസ്ത്രത്തിലെ വലതുഭാഗത്തായിട്ടായിരുന്നു പൾസറിന്റെ ശരീരസ്രവം ഉണ്ടായിരുന്നത്. പ്രതി പിടിയിലായ ശേഷം സുനിയുടെ രക്തസാമ്പിൾ പോലീസ് ശേഖരിച്ചിരുന്നു. വസ്ത്രത്തിലെ ശരീരസ്രവവും സുനിയുടെ രക്തവും തമ്മിൽ ക്രോസ് മാച്ച് ചെയ്തതോടെ കേസിൽ പൾസർ ശിക്ഷിക്കപ്പെടുമെന്ന് ഉറപ്പായതായി നിയമവിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. DNA പ്രൊഫൈലിംഗ് എന്ന് പറയുന്നത് കൺക്ലൂസീവ് എവിഡൻസ് ആണ്. DNA പ്രൊഫൈലിംഗ് ചെയ്തിട്ടുള്ള ലബോറട്ടറിയിലെ കെമിസ്റ്റ് എന്ന് പറയുന്നത് 293 വകുപ്പ് പ്രകാരം ലിസ്റ്റ് ചെയ്യപ്പെട്ട കെമിസ്റ്റുകൾ ഒന്നാണെങ്കിൽ അത് പ്രൂഫായിട്ട് കോടതിക്ക് അദ്ദേഹത്തെ വിസ്തരിക്കാതെ തന്നെ എടുക്കാവുന്ന നിയമത്തിന്റെ വ്യവസ്ഥയുണ്ട്. അല്ലെങ്കിൽ DNA ചെയ്തതിന്റെ പ്രൊസീജിയറിനെ പറ്റി DNAയുടെ റിസൾട്ട് ആസക്തി പറയുന്നത് കൺക്ലൂസീവ് എവിഡൻസ് ആണ്. പ്രതി ദൃശ്യങ്ങൾ ചിത്രീകരിക്കാൻ ഉപയോഗിച്ച മൊബൈൽ ഫോണും മെമ്മറി കാർഡും പോലീസിന് കണ്ടെടുക്കാനായിട്ടില്ല. എന്നാൽ ആക്രമണ ദിവസത്തിന്റെ തൊട്ടു പിറ്റേന്ന് പ്രതി ദൃശ്യങ്ങൾ മറ്റൊരു മെമ്മറി കാർഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. രാവിലെ 9 മണിയോടെയാണ് ദൃശ്യങ്ങൾ മറ്റൊരു മെമ്മറി കാർഡിലേക്ക് മാറ്റിയതെന്ന് ശാസ്ത്രീയ പരിശോധനയിൽ വ്യക്തമായി. 1 മിനിറ്റിൽ താഴെ ദൈർഘ്യമുള്ള 6 ക്ലിപ്പുകളാണ് മെമ്മറി കാർഡിൽ നിന്നും ഫോറൻസിക് റിട്രാക്ടർ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് വീണ്ടെടുത്തത്. ദൃശ്യങ്ങൾ ചിത്രീകരിക്കും മുമ്പ് കാറിലുള്ള മറ്റു പ്രതികളോട് പൾസർ സുനി മിണ്ടാതിരിക്കാൻ ആവശ്യപ്പെടുന്നുണ്ട്. ക്ലിപ്പിലുടനീളം നടിയുടെ വിതുമ്പൽ കേൾക്കാം. തനിക്ക് തലവേദന എടുക്കുന്നു എന്ന് നടി ദയനീയമായി പറയുന്നിടത്താണ് ദൃശ്യങ്ങൾ അവസാനിക്കുന്നത്. DNA ഫലങ്ങളിലെ സാമ്യതയും മെമ്മറി കാർഡിലെ ശബ്ദശകലവും പ്രതിയായ പൾസർ സുനിയുടേതെന്ന് തിരിച്ചറിഞ്ഞതോടെ പ്രോസിക്യൂഷന്റെ നിർണായക തെളിവായി ഇവ രണ്ടും മാറുകയാണ്. എസ് ജീവൻകുമാർ, തിരുവനന്തപുരം. നടിയെ ആക്രമിക്കുന്നതിന് മുമ്പ് പൾസർ സുനി വിളിച്ച 4 നമ്പറുകളുമായും അപ്പുണ്ണിക്ക് ബന്ധമുണ്ടെന്ന കാര്യം പോലീസ് തിരിച്ചറിഞ്ഞതായി സൂചന. തന്റെ നമ്പറിൽ നിന്ന് വിളിച്ചത് ദിലീപാണെന്ന് അപ്പുണ്ണി മൊഴി നൽകിയതായും വിവരങ്ങളുണ്ട്. പൾസർ സുനി നിരന്തരമായി വിളിച്ചിരുന്ന ഫാൻസി നമ്പറുകളിൽ ഒന്ന് നാദിർഷയുടേതാണെന്നും പോലീസിന് വിവരങ്ങൾ ലഭ്യമായി. ദിലീപ് ആലുവയിലെ വീട്ടിലാണുള്ളത്. എന്നാൽ അതേസമയം കാവ്യ എവിടെയാണെന്നതിനെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ പോലീസിന് ലഭ്യമല്ല. 2016 ജൂൺ 23 മുതൽ പൾസർ സുനി വിളിച്ച ഫോൺ കോളുകളുടെ പരിശോധനയിലാണ് നടി ആക്രമിക്കപ്പെട്ട ദിവസം വരെ ഏകദേശം 16 ഫോൺ കോളുകളിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കുന്നത്. ഇതിൽ ദിലീപിന്റെ മാനേജർ അപ്പുണ്ണിയുടെ അടക്കം 4 ഫോണുകളിലേക്ക് പൾസർ സുനി സ്ഥിരമായി വിളിക്കാറുണ്ടായിരുന്നുവെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. മാത്രമല്ല, കൃത്യം നടത്തിയതിനു ശേഷം പൾസർ സുനി ദിലീപിന്റെ അടുപ്പക്കാരെ വിളിച്ചിരുന്നതായും പോലീസ് സ്ഥിരീകരിച്ചു. ഈ ഫോൺ വിളികളുടെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ദിവസം ദിലീപിനെയും നാദിർഷയെയും 13 മണിക്കൂർ ചോദ്യം ചെയ്തതിലും വൈരുദ്ധ്യം ഉണ്ടെന്ന് തെളിഞ്ഞ സാഹചര്യത്തിലാണ് വീണ്ടും ഇരുവരെയും ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചത്. കാവ്യ മാധവന്റെ കാക്കനാട്ടെ ലക്ഷ്യ എന്ന ഓൺലൈൻ വസ്ത്രവ്യാപാര സ്ഥാപനത്തിൽ നിന്നും പോലീസ് കണ്ടെടുത്ത മെമ്മറി കാർഡിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം കാവ്യയിലേക്കും അമ്മ ശ്യാമളയിലേക്കും നീങ്ങുന്നത്. നടിയെ അപമാനിക്കുന്ന ദൃശ്യങ്ങൾ കാക്കനാട്ടെ ഷോപ്പിൽ നൽകിയതായി പൾസർ സുനി പറയുകയും ചെയ്തിരുന്നു. ഇത് സ്ഥിരീകരിച്ച അന്വേഷണ സംഘം അന്വേഷണം കൂടുതൽ സിനിമാക്കാരിലേക്ക് നീങ്ങുകയാണ്. അതിനിടെ തന്നെ ഭീഷണിപ്പെടുത്തിയെന്നാരോപിച്ച് ദിലീപ് നൽകിയ ഫോൺ സംഭാഷണം എഡിറ്റ് ചെയ്തിട്ടുണ്ടോ എന്നും പോലീസ് വീണ്ടും പരിശോധിക്കും. പൾസർ സുനിയുടെ ഫോൺ സംഭാഷണവും ലക്ഷ്യയിലെ റെയ്ഡും സുനിയുടെ കത്തിന്റെയും പശ്ചാത്തലത്തിൽ കൂടുതൽ തെളിവുകൾ പുറത്തുവന്ന സാഹചര്യത്തിലാണ് ദിലീപിനെയും നാദിർഷയെയും മാനേജർ അപ്പുണ്ണിയെയും കാവ്യയെയും അമ്മയെയും ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം തീരുമാനിച്ചത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ജോർജേട്ടൻ സ്പൂരം എന്ന ചിത്രത്തിന്റെ ലൊക്കേഷനിൽ പൾസർ സുനി എത്തിയത് ഡ്രൈവറായെന്ന് സ്ഥിരീകരണം. ചിത്രത്തിന്റെ പ്രൊഡക്ഷൻ ചുമതല വഹിച്ചിരുന്ന മുരുകനെ പോലീസ് ചോദ്യം ചെയ്തു. 2 ദിവസങ്ങളിലാണ് പൾസർ സുനി ലൊക്കേഷനിൽ എത്തിയത്. പോലീസിന് ലഭിച്ച ചിത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ തൃശൂരിലെ ക്ലബ്ബ് ജീവനക്കാരെ ചോദ്യം ചെയ്തതിന് പിന്നാലെയാണ് പൾസർ സുനി ജോർജേട്ടൻ സ്പൂരം എന്ന ചിത്രത്തിന്റെ ലൊക്കേഷനിൽ കൂടുതൽ ദിവസങ്ങൾ ചെലവഴിച്ചതായി സ്ഥിരീകരണം ഉണ്ടായത്. ലൊക്കേഷനിലെ ഡ്രൈവർക്ക് പകരമാണ് സുനി 2 ദിവസം സെറ്റിലെത്തിയത്. ഇതുമായി ബന്ധപ്പെട്ട് പ്രൊഡക്ഷൻ കൺട്രോളർ മുരുകനെ പോലീസ് ചോദ്യം ചെയ്തു. പൾസർ സുനി ലൊക്കേഷനിൽ ഉണ്ടായിരുന്നെന്നും വ്യക്തമായിട്ടുണ്ട്. സിനിമാ സെറ്റിൽ വെച്ചാണ് സുനിക്ക് കൊട്ടേഷൻ ലഭിച്ചതെന്ന വിലയിരുത്തലിലാണ് പോലീസ്. ഇത് ശരിവയ്ക്കുന്ന ശക്തമായ തെളിവുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ജോർജേട്ടൻ സ്പൂരത്തിന്റെ മറ്റ് ലൊക്കേഷനുകളിലും പോലീസ് പരിശോധന നടത്തിയിരുന്നു.
പൾസർ സുനിയുടെ സഹതടവുകാരൻ ജിൻസൺ കോടതിയിൽ നൽകിയ മൊഴി പുറത്ത്. 3 ദിവസം തുടർച്ചയായി നാദിർ ഷാ, അപ്പുണ്ണി എന്നിവരെ പൾസർ സുനി വിളിച്ചു. സെല്ലിനുള്ളിൽ വെച്ചായിരുന്നു ഫോൺ വിളി. നാദിർ ഷായുമായി സുനി പ്രതിഫലത്തിന്റെ കാര്യം സംസാരിച്ചിരുന്നു. കാവ്യയുടെ കടയിൽ എന്തോ സാധനം ഏൽപ്പിച്ചുവെന്ന കാര്യം സുനി പറയുന്നത് താൻ കേട്ടുവെന്നും ജിൻസൺ മൊഴിയിൽ വ്യക്തമാക്കി. പൾസർ സുനിയുടെ സഹതടവുകാരനായിരുന്ന ജിൻസൺ ആലുവ കോടതിയിൽ നൽകിയ രഹസ്യമൊഴിയാണ് പുറത്തു വന്നിരിക്കുന്നത്. നാദിർ ഷയ്ക്കും അപ്പുണ്ണിക്കും കേസിൽ പങ്കുണ്ടെന്ന് തോന്നിയിട്ടുണ്ടെന്ന് ജിൻസൺ മൊഴി നൽകി. 3 ദിവസം തുടർച്ചയായി സുനി നാദിർ ഷയെയും അപ്പുണ്ണിയെയും വിളിച്ചിരുന്നു. പ്രതിഫലത്തെക്കുറിച്ച് നാദിർ ഷയോട് സംസാരിച്ചു. തുകയെക്കുറിച്ച് അവർ തമ്മിൽ തർക്കമുണ്ടായതായി അറിയില്ലെന്നും ജിൻസന്റെ രഹസ്യമൊഴിയിൽ പറയുന്നു. കാവ്യയുടെ സ്ഥാപനത്തിൽ എന്തോ കൊടുത്തെന്ന് പറയുന്നത് താൻ കേട്ടു. ദിലീപ്, നാദിർ ഷാ എന്നിവരുമായി മറ്റ് ചില ഇടപാടുകൾ ഉണ്ടെന്ന് സുനി പറഞ്ഞതായും ജിൻസന്റെ രഹസ്യമൊഴിയിലുണ്ട്. മാഡം എന്ന് ഉദ്ദേശിക്കുന്നത് കാവ്യയുടെ അമ്മേനെയാണോ കാവ്യനാണോ എന്നുള്ളതൊന്നും മാഡം എന്നുള്ള വേർഡൊന്നും അവിടെ യൂസ് ചെയ്തിട്ടില്ല. കാവ്യയുടെ പേര് അവിടെ വിളിച്ചപ്പോൾ യൂസ് ചെയ്തായിരുന്നു. കാവ്യയുടെ കടയിൽ നിന്നും പറഞ്ഞിട്ടൊരു വേർഡ് ഞാൻ കേട്ടിരുന്നു. പണം ആവശ്യപ്പെട്ടുള്ള കത്ത് ദിലീപിന് നേരിട്ടെത്തിക്കാനായിരുന്നു ആദ്യ ശ്രമമെന്നും ജിൻസന്റെ മൊഴിയിൽ പറയുന്നു. നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിലെ ഗൂഢാലോചന അന്വേഷിക്കുന്ന പ്രത്യേക സംഘത്തിന് ലഭിച്ചിരിക്കുന്ന പ്രധാന തെളിവാണ് ജിൻസന്റെ രഹസ്യമൊഴി. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കലാഭവൻ മണി ഉണ്ടായിരുന്നെങ്കിൽ തന്റെയും ദിലീപിന്റെയും നിരപരാധിത്വം തെളിയിക്കാൻ മുൻപന്തിയിൽ ഉണ്ടായിരുന്നേനെ എന്ന് സംവിധായകനായ നാദിർ ഷാ. ഫേസ്ബുക്കിലൂടെയാണ് നാദിർ ഷായുടെ പ്രതികരണം. എന്നാൽ മണി ആരാധകരുടെ പ്രതിഷേധത്തെ തുടർന്ന് നാദിർ ഷാ ഈ പോസ്റ്റ് പിൻവലിച്ചു. നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ അന്തരിച്ച നടൻ കലാഭവൻ മണിയുടെ പേര് പരാമർശിച്ച സംവിധായകൻ നാദിർ ഷായ്ക്കെതിരെയാണ് മണിയുടെ ആരാധകരുടെ പ്രതിഷേധമുയർന്നത്. തുടർന്ന് നാദിർ ഷാ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ചു. ഞാൻ ഇന്ന് ഒന്നും ഓർക്കാതെ എന്റെ പ്രിയ സുഹൃത്ത് കലാഭവൻ മണിയുടെ ഫോണിലേക്ക് വെറുതെ വിളിച്ചു നോക്കി. അവനുണ്ടായിരുന്നെങ്കിൽ ഞങ്ങളുടെ നിരപരാധിത്വം തെളിയിക്കാൻ മുൻപന്തിയിൽ ഉണ്ടായിരുന്നേനെ എന്നായിരുന്നു നാദിർ ഷാ ഫേസ്ബുക്കിൽ എഴുതിയത്. ദിലീപിന്റെയും നാദിർ ഷായുടെയും അടുത്ത സുഹൃത്തായിരുന്നു കലാഭവൻ മണി. മിമിക്രി കാലഘട്ടം മുതലുള്ള ബന്ധമാണ് ഇവരുടേത്. നാദിർ ഷായുടെയും ദിലീപിന്റെയും മറ്റൊരു ഉറ്റ സുഹൃത്തായ സലീം കുമാർ ദിലീപിന് വേണ്ടി രംഗത്ത് വന്നതും ആക്രമിക്കപ്പെട്ട നടിയെ നുണപരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നാവശ്യപ്പെട്ടതും വൻ വിവാദമായിരുന്നു. പോസ്റ്റ് പിൻവലിച്ച് മാപ്പ് പറഞ്ഞാണ് സലീം കുമാർ തടിയൂരിയത്. മനസ്സിന്റെ പതർച്ചയാണ് നാദിർ ഷാ തന്റെ പോസ്റ്റിലൂടെ വ്യക്തമാക്കുന്നതെന്ന് വിമർശകർ പറയുന്നു. കുറ്റമൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഒരു പോസ്റ്റിന്റെ ആവശ്യമില്ലായിരുന്നു. ജീവിച്ചിരിക്കുന്ന ആരും സഹായിക്കാനില്ലേ? പാവം മണിച്ചേട്ടനെ കൂടി ഇതിലേക്ക് വലിച്ചിഴക്കരുതെന്ന അഭ്യർത്ഥനയുണ്ടെന്നും മണിയുടെ ആരാധകർ നാദിർ ഷായോട് പറഞ്ഞു. എന്നാൽ ചിലർ നാദിർ ഷായെ പിന്തുണച്ചും രംഗത്തെത്തി. മണി മരിച്ച് 1.5 വർഷം കഴിഞ്ഞ് അദ്ദേഹത്തെ വികാരപൂർവ്വം ഓർക്കാനിടയായ കാരണം എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലാകുമെന്നും ചിലർ കുറിച്ചു. നടിയെ തട്ടിക്കൊണ്ടുപോയി ആക്രമിച്ച കേസിൽ അന്വേഷണം 2ാം ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നതായാണ് സൂചനകൾ. അന്വേഷണം ശരിയായ ദിശയിലാണെന്ന് DGP വ്യക്തമാക്കി. That I cannot say now. That investigation team will do. See, you understand this. It's a team. ആ ടീമിലെ ഇൻവെസ്റ്റിഗേഷന് അറിയുന്ന ആൾക്കാർ തന്നെയാണ്. They sit together. They decide these things. And this is to be done in the best way. അത് നമുക്ക് കേസ് തെളിയിക്കാൻ വേണ്ടിയിട്ട്. That they are doing. All reports, whatever is coming, is a different matter. But the thing is that the investigation is going on full swing. കേസുമായി ബന്ധപ്പെട്ട് കാവ്യ മാധവൻ ഉൾപ്പെടെയുള്ളവരെ ചോദ്യം ചെയ്യുമെന്ന സൂചനകളും പുറത്തു വന്നിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്. നടി ആക്രമിക്കപ്പെട്ട കേസിൽ നടൻ അജു വർഗീസിനെതിരെ കേസ്. ആക്രമിക്കപ്പെട്ട നടിയുടെ പേര് സമൂഹ മാധ്യമങ്ങളിലൂടെ വെളിപ്പെടുത്തിയതിനാണ് കേസെടുത്തിട്ടുള്ളത്. കൊച്ചിയിൽ പീഡനത്തിനിരയായ നടിയുടെ പേര് ഫേസ്ബുക്കിലൂടെ പരസ്യമാക്കിയതിനാണ് നടൻ അജു വർഗീസിനെതിരെ പോലീസ് കേസെടുത്തത്. കളമശ്ശേരി പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. പൊതുപ്രവർത്തകൻ ഗിരീഷ് ബാബുവിന്റെ പരാതിയിലാണ് നടപടി. അജുവിനെതിരെ കഴിഞ്ഞ മാസം 26-ന് ഗിരീഷ് DGPക്ക് പരാതി നൽകിയിരുന്നു. 2 വർഷം വരെ തടവോ പിഴയോ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണിത്. നടിയുടെ പേര് TV ചാനലിലൂടെ വെളിപ്പെടുത്തിയതിന് തിരക്കഥാകൃത്ത് SN സ്വാമിക്കെതിരെയും ഗിരീഷ് ബാബുവിന്റെ പരാതിയിൽ കഴിഞ്ഞ ദിവസം പോലീസ് കേസെടുത്തിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. മാഡം ആരാണെന്ന് പോലീസ് ചോദിക്കുമ്പോൾ മഞ്ജു വാര്യരുടെയോ റിമ കല്ലിങ്കലിന്റെയോ പേര് പറയാൻ ചിലർ സമ്മർദ്ദം ചെലുത്തിയെന്ന് ഫെനി ബാലകൃഷ്ണൻ. ആലുവ പോലീസ് ക്ലബിലെത്തി മൊഴി നൽകവെയാണ് ഫെനി ഇക്കാര്യം പോലീസിനോട് വെളിപ്പെടുത്തിയത്. തനിക്കറിയാവുന്നവരും പരിചയമില്ലാത്ത ചിലരും തന്നെ നേരിട്ട് വന്ന് കണ്ടാണ് സമ്മർദ്ദം ചെലുത്തിയതെന്നും ഫെനി പോലീസിന് മൊഴി നൽകി. പൾസർ സുനിക്ക് കീഴടങ്ങാൻ സൗകര്യമൊരുക്കണമെന്നാവശ്യപ്പെട്ട സുനിയുടെ 2 സുഹൃത്തുക്കൾ തന്നെ സമീപിച്ചിരുന്നതായി ഫെനി ബാലകൃഷ്ണൻ നേരത്തെ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയിരുന്നു. മാവേലിക്കര കോടതിയിൽ കീഴടങ്ങാൻ സൗകര്യമൊരുക്കാമെന്ന് അവരെ അറിയിച്ചപ്പോൾ അത് മാഡത്തിനോട് ചോദിച്ച ശേഷം അറിയിക്കാമെന്നാണ് അവർ പറഞ്ഞതെന്നും ഫെനി സൂചിപ്പിച്ചിരുന്നു. ഇക്കാര്യങ്ങൾ ദിലീപിനെ വിളിച്ച് പറഞ്ഞിരുന്നുവെന്നും ഫെനി വ്യക്തമാക്കിയിരുന്നു. ഫെനി വിളിച്ച കാര്യം ദിലീപും അന്വേഷണ സംഘത്തെ അറിയിച്ചിരുന്നു. ഇതേ തുടർന്ന് ഫെനി ബാലകൃഷ്ണന്റെ മൊഴി രേഖപ്പെടുത്താൻ അന്വേഷണ സംഘം തീരുമാനിച്ചപ്പോഴാണ് ചിലർ തന്നെ വന്ന് കണ്ടതായി ഫെനി പറഞ്ഞിരിക്കുന്നത്.
സുനിയുടെ സുഹൃത്തുക്കൾ സംസാരത്തിനിടെ പരാമർശിച്ച മാഡം ആരാണെന്ന് പോലീസ് ചോദിക്കുമ്പോൾ മഞ്ജു വാര്യരുടെയോ റിമ കല്ലിങ്കലിൻ്റെയോ പേര് പറയാൻ അവർ സമ്മർദ്ദം ചെലുത്തി. തനിക്ക് നേരിട്ടറിയാവുന്നവരും പരിചയമില്ലാത്തവരും സമ്മർദ്ദം ചെലുത്തിയവരുടെ കൂട്ടത്തിലുണ്ട്. അവരെക്കുറിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥനോട് വിശദമായി സംസാരിച്ചിട്ടുണ്ടെന്നും ഫെനി പറഞ്ഞു. സിനിമാ രംഗത്തുള്ളവർ സമ്മർദ്ദം ചെലുത്തിയവരുടെ കൂട്ടത്തിലുണ്ടോ എന്ന് മാധ്യമങ്ങളോട് വെളിപ്പെടുത്താൻ ഫെനി തയ്യാറായില്ല. ഫെനിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഇവർക്ക് കേസുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. മുൻ DGP സെൻകുമാറിനെതിരെ ADGP ബി സന്ധ്യ. നടി ആക്രമിക്കപ്പെട്ട കേസിലെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് സെൻകുമാറിന്റെ പ്രസ്താവനകൾ അവാസ്തവമെന്ന് സന്ധ്യ. IG ദിനേന്ദ്ര കശ്യപും ആലുവ റൂറൽ SP MV ജോർജും ക്രൈംബ്രാഞ്ച് SP സുദർശനും പങ്കെടുത്ത യോഗത്തിന്റെ വിവരങ്ങൾ അപ്പോൾ തന്നെ സെൻകുമാറിനെ അറിയിച്ചിരുന്നുവെന്നും 26-ന് IG-യും SP-യും പോലീസ് ആസ്ഥാനത്തെത്തി അന്വേഷണ പുരോഗതി അറിയിച്ചിരുന്നുവെന്നും സന്ധ്യ DGP ബെഹ്റയ്ക്ക് നൽകിയ കത്തിൽ സൂചിപ്പിക്കുന്നു. DGP സ്ഥാനമൊഴിഞ്ഞതിന് പിന്നാലെ നടി ആക്രമിക്കപ്പെട്ട കേസിലെ അന്വേഷണ പുരോഗതി താൻ പോലും അറിഞ്ഞിരുന്നില്ലെന്ന സെൻകുമാറിന്റെ പരാമർശത്തിനെതിരെയാണ് ADGP ബി സന്ധ്യ രംഗത്ത് വന്നിരിക്കുന്നത്. ഇക്കാര്യം വിശദീകരിച്ച് സന്ധ്യ DGPക്ക് കത്ത് നൽകി. ആലുവ പോലീസ് ക്ലബിൽ കഴിഞ്ഞ 12-ന് അന്വേഷണ പുരോഗതി വിലയിരുത്തുന്നതിനായി യോഗം ചേർന്നിരുന്നു. IG ദിനേന്ദ്ര കശ്യപ്, ആലുവ റൂറൽ SP AV ജോർജ്, ക്രൈംബ്രാഞ്ച് SP സുദർശൻ എന്നിവർ പങ്കെടുത്ത യോഗം നടക്കുമ്പോൾ സെൻകുമാർ ഫോണിൽ വിളിക്കുകയും അന്വേഷണ പുരോഗതി അദ്ദേഹത്തെ അറിയിക്കുകയും ചെയ്തിരുന്നു. ഇതുകൂടാതെ 26-ന് തിരുവനന്തപുരത്ത് IG-യും SP-യും നേരിട്ടെത്തി DGPയെ അന്വേഷണ പുരോഗതി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ടും എന്തുകൊണ്ടാണ് സെൻകുമാർ ഇത്തരത്തിൽ പ്രതികരിച്ചതെന്ന് മനസ്സിലാകുന്നില്ലെന്നും കത്തിൽ സൂചിപ്പിക്കുന്നു. കേസിന്റെ ഭാഗമായി അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ നിരന്തരം യോഗങ്ങൾ ചേർന്നാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അന്വേഷണത്തിന് ഏകോപനമില്ലെന്ന് കാണിച്ച് മുൻ DGP സെൻകുമാർ കഴിഞ്ഞ 30-ന് ബി സന്ധ്യയോട് വിശദീകരണം ആവശ്യപ്പെട്ടിരുന്നു. ഇതിന് മറുപടിയായാണ് ADGP ബി സന്ധ്യ പുതിയ DGPക്ക് കടുത്ത ഭാഷയിൽ മറുപടി നൽകിയിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഇടുക്കി വണ്ടിപ്പെരിയാറിൽ മധ്യവയസ്കൻ വെടിയേറ്റ് മരിച്ച സംഭവത്തിൽ ദുരൂഹത. രാജമുടി സ്വദേശി ഷാജിയുടെ മരണത്തിൽ പോലീസ് അന്വേഷണം ശക്തമാക്കി. നായാട്ടിന് പോയ ഷാജിയെ ഏലത്തോട്ടത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. സമീപത്തു നിന്നും നാടൻ തോക്ക് പോലീസ് കണ്ടെടുത്തു. ഇതേ തോക്കിൽ നിന്ന് വെടിയേറ്റാണോ ഷാജി മരണപ്പെട്ടത് എന്ന് പോലീസ് സംശയിക്കുന്നുണ്ട്. എന്നാൽ ഷാജി ആത്മഹത്യ ചെയ്യില്ല എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. ഷാജിയുടെ മൃതദേഹം ലഭിച്ച പ്രദേശത്ത് രാത്രി സമയങ്ങളിൽ നായാട്ടി സംഘങ്ങളുടെ വേട്ട നടക്കാറുണ്ടെന്ന് പ്രദേശവാസികൾ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ കൂട്ടത്തിലുണ്ടായിരുന്നവരുടെ വെടിയേറ്റതാകാം ഷാജിയുടെ മരണത്തിനിടയാക്കിയത് എന്നാണ് പ്രാഥമിക നിഗമനം. ഇടുക്കി ജില്ലാ പോലീസ് മേധാവി ബി വേണുഗോപാലിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം തുടർ നടപടികൾ സ്വീകരിച്ചു. ഫോറൻസിക് വിദഗ്ധരും പരിശോധന നടത്തി. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. സ്വാമി ഗംഗേശാനന്ദയുടെ ജനനേന്ദ്രിയം മുറിച്ച കേസിൽ നുണപരിശോധന ഉണ്ടാകില്ല. ഇത് സംബന്ധിച്ച പോലീസിന്റെ ആവശ്യമടങ്ങിയ ഹർജി കോടതി ക്ലോസ് ചെയ്തു. നുണപരിശോധന വേണമെന്ന പോലീസിന്റെ ആവശ്യത്തിന്മേൽ പെൺകുട്ടി ഇന്നും കോടതിയിൽ ഹാജരാകാഞ്ഞതോടെയാണ് കോടതി ഹർജി ക്ലോസ് ചെയ്തത്. സ്വാമി ഗംഗേശാനന്ദയുടെ ജനനേന്ദ്രിയം മുറിച്ച കേസിലാണ് നുണപരിശോധന ഹർജി കോടതി തള്ളിയത്. നുണപരിശോധന വേണമെന്ന പോലീസിന്റെ ആവശ്യത്തിൽ നിലപാടറിയിക്കാൻ കോടതി ആവശ്യപ്പെട്ടിരുന്നെങ്കിലും യുവതി ഹാജരാകാതിരുന്നതിനെ തുടർന്നാണ് ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ അവസാനിപ്പിക്കുകയാണെന്ന് തിരുവനന്തപുരം പോക്സോ കോടതി അറിയിച്ചത്. കേസുമായി ബന്ധപ്പെട്ട് ഹാജരാകുന്നതിൽ തുടർച്ചയായി വീഴ്ച വരുത്തിയ യുവതിയെ കോടതി ശാസിക്കുകയും ചെയ്തു. കോടതി നടപടികളിൽ നിന്ന് വിട്ടുനിന്നാൽ കേസ് തള്ളുമെന്നും കോടതി മുന്നറിയിപ്പ് നൽകി. കഴിഞ്ഞ തവണ കേസ് പരിഗണിച്ചപ്പോൾ ഹാജരാകാതിരുന്നതിനെ തുടർന്ന് യുവതിക്ക് കോടതി രണ്ടാമതും നോട്ടീസ് അയച്ചിരുന്നു. കേസുമായി ബന്ധപ്പെട്ട യുവതിയുടെ പുതിയ വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിലാണ് നുണപരിശോധന വേണമെന്നാവശ്യപ്പെട്ട് അന്വേഷണ സംഘം കോടതിയിൽ അപേക്ഷ നൽകിയത്. യുവതിയുടെ അനുമതിയില്ലാതെ തുടർ നടപടികൾ സ്വീകരിക്കാൻ സാധിക്കാത്തതിനാൽ നുണപരിശോധനയുമായി ബന്ധപ്പെട്ട നടപടികൾ അവസാനിപ്പിക്കുകയാണെന്ന് കോടതി വ്യക്തമാക്കുകയായിരുന്നു. പുതിയ സാഹചര്യത്തിൽ കേസുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ നിലപാട് നിർണായകമാകും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. തനിക്കെതിരായ പരാമർശങ്ങളിൽ മുൻ DGP TP സെൻകുമാറിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ADGP ടോമിൻ ജെ തച്ചങ്കരി. പോലീസ് സേനയുടെ എല്ലാ സൗകര്യങ്ങളും അനുഭവിച്ച ശേഷം പുറത്തിറങ്ങി സേനയുടെ അന്തസ്സ് കളയുന്ന പ്രസ്താവന നടത്തരുതെന്നും തച്ചങ്കരി പറഞ്ഞു. നാദിർഷയെ കൊച്ചിയിലെത്തി കണ്ടിരുന്നോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിൽ നിന്ന് തച്ചങ്കരി ഒഴിഞ്ഞു മാറി. പോലീസ് അസോസിയേഷൻ കൊല്ലം റൂറൽ ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ടായിരുന്നു നിലവിലെ വിവാദങ്ങൾക്ക് തച്ചങ്കരി മറുപടി പറഞ്ഞു തുടങ്ങിയത്. പോലീസ് സേനയുടെ എല്ലാ സൗകര്യങ്ങളും അനുഭവിച്ച ശേഷം പുറത്തിറങ്ങി സേനയുടെ അന്തസ്സ് കളയുന്ന പ്രസ്താവന ആരും നടത്തരുത്. ഒരു വ്യക്തിയല്ല കേരള പോലീസ്. നമ്മൾ ഒരിക്കലും നമുക്കന്നം തരുന്ന നമ്മുടെ സേനയെ നമ്മളാകുന്ന രീതിയിൽ വാക്കുകൊണ്ടോ പ്രവർത്തികൾ കൊണ്ടോ ചിന്തകൾ കൊണ്ടോ ഭാവനകൾ കൊണ്ടോ പോലും അപജയപ്പെടുത്തുവാൻ അനുവദിക്കരുത്. എന്റെ പ്രിയ സുഹൃത്തുക്കളെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. വീട്ടിൽ പറയേണ്ട കാര്യങ്ങൾ പൊതുജനത്തിന് മുന്നിൽ പറഞ്ഞ് വിഴുപ്പലക്കരുത്. തനിക്ക് ശേഷം പ്രളയമെന്ന് ആരും കരുതുകയും ചെയ്യരുത്. പക്ഷേ ഇതൊക്കെ താൽക്കാലികമാണ്. പച്ചയില പഴുത്ത് നിലത്ത് വീഴുന്നു. ആദ്യത്തെ ദിവസങ്ങളിൽ അത് മഞ്ഞനിറമുണ്ട്. പിന്നെ അതിൽ അണുക്കൾ കയറും, ജീർണിക്കും, മണ്ണോടറിയും. ഇതൊരു പ്രപഞ്ച തത്വമാണ്.
ഈ തത്വത്തിൽ നമുക്ക് വിശ്വസിച്ചേ പറ്റൂ. പുസ്തകമെഴുതി പ്രശസ്തരാവാനാണ് ചിലരുടെ ശ്രമമെന്നും ജേക്കബ് തോമസിനെ വിമർശിച്ചുകൊണ്ട് തച്ചങ്കരി പറഞ്ഞു. അപ്പൊ ഇതൊക്കെ ഒരു സ്റ്റൈലാ, ഏതാ പുതിയൊരു സ്റ്റൈൽ, പുസ്തകം എടുത്ത് ഇങ്ങനത്തെ ഡയലോഗ്. മാധ്യമപ്രവർത്തകർ പ്രതികരണം ആരാഞ്ഞപ്പോഴായിരുന്നു ടി.പി. സെൻകുമാറിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് തച്ചങ്കരി വ്യക്തമാക്കിയത്. സമകാലിക പ്രശ്നങ്ങളോട്ടൊന്നും യാതൊരു ബന്ധമില്ല. സമകാലിക പ്രശ്നങ്ങളിൽ ഞാൻ നിയമ നടപടികൾ സ്വീകരിക്കും. അതേസമയം നാദൃഷയെ കണ്ടിരുന്ന എന്ന ചോദ്യത്തിന് ടോമിൻ തച്ചങ്കരി പ്രതികരിച്ചില്ല. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ജമ്മു കാശ്മീരിലെ പുൽവാമയിൽ 2 ഭീകരരെ സൈന്യം ഏറ്റുമുട്ടലിൽ വധിച്ചു. അതേസമയം പോലീസ് വാഹനത്തിന് നേരെയുണ്ടായ ആക്രമണത്തിൽ ഒരു കോൺസ്റ്റബിളിന് ഗുരുതരമായി പരിക്കേറ്റു. പുൽവാമ ജില്ലയിലെ ബാംനു മേഖലയിലാണ് സൈന്യവും ഭീകരരും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായത്. പ്രദേശത്ത് ഭീകരരുടെ സാന്നിധ്യമുണ്ടെന്ന വിവരത്തെ തുടർന്ന് സൈന്യം നടത്തിയ തിരച്ചിൽ ഏറ്റുമുട്ടലിൽ കലാശിക്കുകയായിരുന്നു. ഒരു വീട്ടിൽ ഒളിച്ചിരിക്കുകയായിരുന്ന ഭീകരർ സൈന്യത്തിന് നേരെ വെടിയുതിർത്തു. മണിക്കൂറുകൾ നീണ്ട ഏറ്റുമുട്ടലിനൊടുവിലാണ് 2 ഭീകരവാദികളെ സൈന്യം വധിച്ചത്. ഹിസ്ബുൾ ഭീകരരായ ഗിലാഫത്ത്, ജഹാംഗീർ എന്നിവരാണ് കൊല്ലപ്പെട്ടത്. അതിനിടെ അനന്തനാഗിൽ പോലീസ് വാഹനത്തിന് നേരെ ഭീകരർ നടത്തിയ ആക്രമണത്തിൽ ഒരു പോലീസുകാരനും പ്രദേശവാസിക്കും പരിക്കേറ്റു. അതേസമയം ജമ്മു കാശ്മീർ ഗവർണർ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് NN വോറ കത്ത് നൽകിയെന്ന റിപ്പോർട്ടുകൾ തെറ്റാണെന്ന് ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി. ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് NN വോറ രാജ്യസന്നദ്ധത അറിയിച്ചെന്ന വാർത്തകൾ പുറത്തുവന്നതിന് പിന്നാലെയാണ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ വിശദീകരണം. ന്യൂസ് ബ്യൂറോ, ദില്ലി. പള്ളിത്തർക്കത്തിൽ യാക്കോബായ സഭയ്ക്ക് തിരിച്ചടി. കോലഞ്ചേരി അടക്കമുള്ള തർക്കമുണ്ടായ പള്ളികൾ ഭരിക്കേണ്ടത് 1934 മലങ്കര സഭ ഭരണഘടനാ പ്രകാരമെന്ന് സുപ്രീം കോടതി വിധി പുറപ്പെടുവിച്ചു. കോടതി വിധി സ്വാഗതാർഹമെന്ന് ഓർത്തഡോക്സ് സഭാ പരമാധ്യക്ഷൻ ബസേലിയസ് മർത്തോമ പൗലോസ് ദ്വിതീയൻ കത്തോലിക്ക ബാവ പ്രതികരിച്ചു. മലങ്കര ഓർത്തഡോക്സ് സഭയും യാക്കോബായ സഭയും പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന തർക്കത്തിലാണ് സുപ്രീം കോടതി വിധി പുറപ്പെടുവിച്ചത്. പള്ളിഭരണം സംബന്ധിച്ച് ഇരുസഭകൾ തമ്മിൽ തർക്കമുള്ള കോലഞ്ചേരി, വരിക്കോലി, മണ്ണത്തൂർ പള്ളികളിലെ ഭരണം നടത്തേണ്ടത് 1934 മലങ്കര സഭ ഭരണഘടനാ പ്രകാരമെന്ന് സുപ്രീം കോടതി ഉത്തരവിട്ടു. ഇത് സംബന്ധിച്ച് 1995 സുപ്രീം കോടതി പുറപ്പെടുവിച്ച വിധി മാത്രമേ നിലനിൽക്കൂ. ഇന്ത്യയുടെ സുപ്രീം കോടതിയിൽ നിന്ന് ഒരു വിധി ഉണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളടക്കം ഏതാണ്ടൊക്കെ എല്ലാവർക്കും അത് ഗ്രഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സുപ്രീം കോടതിയുടെ വിധിന്യായത്തിൽ 1934 ഭരണഘടന സാധുവാണെന്നും മറ്റ് ഒരു ഉടമ്പടിക്കോ മറ്റു വിധത്തിലുള്ള ഏതെങ്കിലും സംഘടനയുടെ നിയമങ്ങൾക്കോ ഒന്നും തന്നെ മലങ്കര സഭയിൽ സ്ഥാനമില്ല, ഇതിൻ്റെ സ്വത്തുക്കൾക്ക് അവകാശമില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഈ വിധി അംഗീകരിക്കാതെ 1913 ഉടമ്പടിയുടെ അടിസ്ഥാനത്തിൽ പള്ളി ഭരിക്കാൻ അനുവദിക്കണമെന്ന യാക്കോബായ സഭയുടെ വാദം സുപ്രീം കോടതി അംഗീകരിച്ചില്ല. പള്ളി ഭരണത്തിനായി 2002 യാക്കോബായ സഭ രൂപീകരിച്ച ഭരണഘടന നിലനിൽക്കില്ലെന്നും വിധിന്യായത്തിൽ സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി. 1934 മലങ്കര സഭ ഭരണഘടന മാറ്റം വരുത്താനും സുപ്രീം കോടതി തയ്യാറായില്ല. 100ഓളം പള്ളികളിൽ ഇരുസഭകളും തമ്മിൽ തർക്കം നിലനിൽക്കുന്നുണ്ട്. വിധി ഇവയെയും ബാധിക്കും. വിധിന്യായം എഴുതാൻ കോടതിയുടെ ഇക്കഴിഞ്ഞ അവധിക്കാലം മുഴുവൻ ഉപയോഗിക്കേണ്ടി വന്നതായി ബെഞ്ചിലുണ്ടായിരുന്ന ജസ്റ്റിസ് മിശ്ര പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ദില്ലി. സമരം നടക്കുന്ന കോഴിക്കോട് ഭവൻസ് ലോ കോളേജിലെ വിദ്യാർത്ഥികൾക്ക് നേരെ മാനേജ്മെന്റിന്റെ ഭീഷണി. ഇന്റേണൽ പരീക്ഷയിൽ ഹാജരായില്ലെങ്കിൽ കോളേജിൽ നിന്ന് പുറത്താക്കുമെന്നാണ് മാനേജ്മെന്റിന്റെ ഭീഷണി. ഇതേ തുടർന്ന് വിദ്യാർത്ഥികൾ പ്രതിഷേധവുമായി രംഗത്തെത്തി. ആ കാഴ്ചയുമായി ഇന്നത്തെ ക്രൈം സമാപിക്കുന്നു. നമസ്കാരം. ഇന്ന് നടത്താൻ തീരുമാനിച്ച ഇന്റേണൽ പരീക്ഷയിൽ ഹാജരായില്ലെങ്കിൽ ഇയർ ഔട്ട് ആക്കുമെന്ന ഭീഷണി ഉയർത്തിയാണ് കോളേജ് മാനേജ്മെന്റ് വിദ്യാർത്ഥികൾക്ക് സന്ദേശം അയച്ചത്. എന്നാൽ വിദ്യാർത്ഥി സമരത്തിന് പരിഹാരം കാണാതെ പരീക്ഷ നടത്താൻ അനുവദിക്കില്ല എന്ന നിലപാടിലായിരുന്നു SFI പ്രവർത്തകർ. തുടർന്ന് പ്രവർത്തകർ കോളേജ് ഉപരോധിച്ചു. യൂത്ത് കോൺഗ്രസും യുവമോർച്ചയും പ്രതിഷേധവുമായി എത്തിയിരുന്നു. കോളേജിന് നേരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കല്ലെറിഞ്ഞത് നേരിയ സംഘർഷത്തിന് ഇടയാക്കി. ഇന്റേണൽ പരീക്ഷ മാറ്റിവെച്ചതായി ഉറപ്പു ലഭിച്ചതിനെ തുടർന്നാണ് SFI പ്രവർത്തകർ ഉപരോധം അവസാനിപ്പിച്ചത്. ഇവിടെ എല്ലാ വിദ്യാർത്ഥികളും സമരത്തിലാണ്. SFIയുടെ നേതൃത്വത്തിലും മറ്റ് വിദ്യാർത്ഥി സംഘടനയുടെ നേതൃത്വത്തിലും വിദ്യാർത്ഥികൾ സമരത്തിലാണ്. കലാലയത്തിനകത്ത് എക്സാമുകൾ നടത്തുന്നത് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ്, അധ്യാപകർക്ക് വേണ്ടിയാണ്. സ്വാഭാവികമായും വിദ്യാർത്ഥികൾക്ക് പങ്കെടുക്കാൻ വേണ്ടി കഴിയുന്ന അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി സമരം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവർ നടത്തുന്ന എക്സാം എന്ന് പറയുന്നത് വിദ്യാർത്ഥികളെ ഭീഷണിപ്പെടുത്താനുള്ളതാണ്. കോളേജിലെ അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുക, വിദ്യാർത്ഥികളിൽ നിന്ന് ഈടാക്കുന്ന അമിത ഫീസ് പിൻവലിക്കുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ച് കഴിഞ്ഞ ഒരു മാസക്കാലമായി കോളേജിൽ SFIയുടെ നേതൃത്വത്തിൽ സമരം നടന്നുവരികയാണ്. SFIയുടെ നിരാഹാര സമരം 15 ദിവസം പിന്നിട്ടിട്ടും മാനേജ്മെന്റ് അനുകൂല നിലപാട് ഇതുവരെയും സ്വീകരിച്ചിട്ടില്ല. ഇനിയും സമരത്തിനെതിരെ മുഖം തിരിച്ചാൽ ശക്തമായ സമരപരിപാടികളുമായി മുൻപോട്ടു പോവാനാണ് SFIയുടെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.